CPM പാർട്ടി കോൺഗ്രസ് ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് അടുത്ത ദേശീയ ജനറൽ സെക്രട്ടറിയെ പ്രഖ്യാപിക്കും. നമ്മുടെ മലയാളിയായ MA ബേബിക്കാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. അപ്പോൾ KK ശൈലജ ടീച്ചറെ തഴഞ്ഞു. ഒരു വനിത ദേശീയ ജനറൽ സെക്രട്ടറി ആകുന്നതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ? പാർട്ടിക്ക് അതിൽ നീരസമുണ്ടോ? KK ശൈലജ ടീച്ചറിനെ പോളിറ്റ് ബ്യൂറോയിൽ പോലും എടുക്കുന്നില്ല, അവിടെ നിന്ന് പോലും തള്ളിക്കളഞ്ഞു. എന്താണെന്ന് ഇതുവരെ വ്യക്തമല്ല. ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ശക്തി സ്രോതസ് എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണ്. പിടി പിണറായി വിജയൻ്റെ കയ്യിലാണ്. ശൈലജ ടീച്ചറോട് എന്തോ ഒരു വിരോധം വന്നിട്ടുണ്ട്. ആരോഗ്യമന്ത്രി ആയതിനു ശേഷം മഗ്സസെ അവാർഡ് നിരാകരിക്കുന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുന്നു. പിന്നെ ഒരു തവണ കൂടി മന്ത്രിയാകാനുള്ള ഇളവ് കിട്ടേണ്ട ആളാണ് ശൈലജ ടീച്ചർ. അതെ, അത്ര നല്ല പേരാണ് ഒരു ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ അവരുണ്ടാക്കിയത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജും അവരും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത് ആടും ആനയും തമ്മിലുള്ള വ്യത്യാസമാണ്. എന്നിട്ടും ശൈലജ ടീച്ചർ എന്തുകൊണ്ട് BBC പോലും അവരെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അത്രയൊരു വൈബ് ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളത് നിഷേധിക്കാനാവാത്ത ഒരു സത്യമായിട്ടും അവർക്ക് രണ്ടാമതൊരു ഊഴം നൽകിയില്ല. അവിടെ അങ്ങനെ പരിഗണിച്ചില്ല. അല്ല, ഇപ്പോൾ സ്ത്രീകളുടെ ഇപ്പോൾ വൃന്ദാക്കാരായിട്ട് പോവുകയാണെങ്കിൽ യാതൊരു ഇളവുമില്ല. പിണറായി വിജയനെ പോലും ഒരു ഇളവുമില്ല അവർക്ക്. പ്രായം, അതെ, പ്രായത്തിന് ഇളവ് കൊടുത്തിട്ടില്ല. 75 കഴിഞ്ഞു പൊയ്ക്കോ പറഞ്ഞു വിട്ടു. അതിന് പകരമായിട്ട് ശൈലജ ടീച്ചറെ കൊണ്ടുവരാമായിരുന്നു. പക്ഷേ അവിടെയും ആരോ പാരവെച്ചിട്ടുണ്ട്. അവർ പുറത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഇല്ലാതായി എന്ന് തന്നെ പറയാം. ഇതിനിപ്പോൾ 2 പേരെ അതിന് പകരം നമ്മൾ കേട്ടിട്ടില്ലാത്തവർ, മരിയം, അങ്ങനെ 2 പേരെ ഇപ്പോൾ പുതുതായിട്ട് എടുക്കുന്നുണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്. ഇപ്പോൾ തീരുമാനമായിക്കൊണ്ടിരിക്കുക, പുറത്തു വരാനുണ്ട്. അതെ, തീരുമാനം ഏകദേശം ആയിക്കാണും. പുറത്തു പറയുന്ന സമയം മാത്രമേ ഇനി എടുക്കൂ. അപ്പോൾ ഇവിടെ പിന്നെ തഴഞ്ഞു മനഃപൂർവ്വം. പിണറായി വിജയൻ ഇഷ്ടമല്ലാത്ത എന്തോ ഒന്ന് ശൈലജ ടീച്ചർ ഉണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. അതായത് തൻ്റെ സ്ഥാനത്തിനൊരു ഭീഷണിയാകും എന്നുള്ള തോന്നലാണ്. തോന്നൽ തന്നെ ആയിരിക്കാം. കാരണം ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിന് എന്നാകും എന്നൊരു ചിന്ത മാർക്സിസ്റ്റുകാർക്കിടയിൽ തന്നെ വളരെയധികം രൂഢമൂലമാണ്. അപ്പോൾ ഒരു പാരയാവുമോ? അടുത്തതായിട്ട് അദ്ദേഹം കൊണ്ടുവരാൻ വിചാരിക്കുന്നത് കഴിവുറ്റ മന്ത്രി തന്നെയാണ്, പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെയാണ്. അപ്പോൾ അതിനൊരു തടസ്സമാവും. അങ്ങനെയുള്ള തടസ്സങ്ങളെ അങ്ങനെയാണെങ്കിൽ സർ, പണ്ട് ഗൗരിയമ്മയ്ക്ക് സംഭവിച്ചതുപോലെ KK ശൈലജയ്ക്കും പാർട്ടിയുടെ പുറത്തേക്ക് ഒരു വഴി വെട്ടി തുറക്കുമോ? ശൈലജ KR ഗൗരിക്ക് സംഭവിച്ചതുപോലെയല്ല, അതിന് മുമ്പേ തന്നെ മുളയിലെ തന്നെ നുള്ളിക്കളഞ്ഞു. മുഖ്യമന്ത്രി ആവാനല്ല സാധ്യതയും വേറെ ആരും ഇല്ലാത്തൊരു സ്ഥിതിയിൽ എത്തിയതിന് ശേഷമാണ് ഗൗരി അമ്മയെ തട്ടിക്കളഞ്ഞത്. ഇവിടെ അങ്ങനെയല്ല. ഇതിലേക്ക് ഒരുപടി ആദ്യത്തെ സാലഭഞ്ചികയുടെ അവിടെ വെച്ച് തന്നെ ഇത് കട്ട് ചെയ്തു. ഒന്നാമത്തെ പടി വെച്ച് തന്നെ അത് കട്ട് ചെയ്തു. വളരെ ബുദ്ധിപൂർവ്വം കൗശലത്തോടു കൂടി ഇത് ചെയ്തു. ഇപ്പോൾ പോളിറ്റ് ബ്യൂറോയിൽ നിന്നും പുറത്തതായതോടുകൂടി തന്നെ ശൈലജ ടീച്ചർ ഏതാണ്ട് വഴിയാധാരമായി കഴിഞ്ഞു. അതേസമയം EMSന് ശേഷം ആരെന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി കണ്ടിരുന്നത് MA ബേബിയെ, പാർട്ടിയുടെ സൈദ്ധാന്തികനാണ്. പുസ്തകങ്ങളൊക്കെ വായിച്ച് ഈ മാർക്സിസ്റ്റ് തത്വശാസ്ത്രം അരക്കി കലക്കി കുടിച്ചവനാണ് ഇദ്ദേഹം തന്നെയാണ്. പക്ഷേ ഈ തിയറമൊക്കെ പഠിച്ചിട്ടും അദ്ദേഹം അവിടുത്തെ പാവപ്പെട്ട ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയപ്പോൾ അവൻ്റെ കൈ മാത്രമേ വെട്ടിയുള്ളല്ലോ എന്ന് പരിതപിച്ച മാർക്സിസ്റ്റുകാരൻ കൂടിയാണ്. വർഗീയമായിട്ട് മണ്ടൻ എന്നാണ് ആക്ഷേപിച്ചത്. മണ്ടൻ എന്നാണ് അദ്ദേഹം ആക്ഷേപിച്ചത്. എന്തൊരു മണ്ടൻ, എന്ത് മണ്ടത്തരമാണ് അദ്ദേഹം കാണിച്ചത്. ഇപ്പോൾ നിങ്ങൾ പറയുന്നു, ഇപ്പോൾ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നു എമ്പുരാൻ സിനിമ അത് ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം പൃഥ്വിരാജിനുണ്ടെന്ന്. അപ്പോൾ ഒരു അധ്യാപകന് സ്വന്തം ചോദ്യപേപ്പർ തയ്യാറാക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അങ്ങനെ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന പാഠഭാഗത്തിൽ നിന്നാണ്, പുറത്തു നിന്നല്ല. അതുപോലെ തന്നെ ഒരു കാർട്ടൂണിസ്റ്റിന് സ്വന്തമായിട്ട് കാർട്ടൂൺ ആവിഷ്കരിക്കാൻ സ്വാതന്ത്ര്യമില്ലേ? ഡെക്കാൻ ഹെറാൾഡ് പത്രത്തിൽ വന്ന കാർട്ടൂണിൻ്റെ പേരിൽ അവിടെ ഓഫീസിനകത്തേക്ക് കയറി എഡിറ്ററെ ഉൾപ്പെടെ വെട്ടിക്കൊല്ലുകയായിരുന്നല്ലോ. നിങ്ങൾക്ക് എന്ത് സാധൂകരണമാണുള്ളത്? നിങ്ങളിപ്പോഴും ലങ്കേഷ് എന്നൊക്കെ പറയുന്നു. അതുപോലെ ഇത് സെൻസർ ചെയ്തതിനെ പറ്റി പറയുന്നു, RSSൻ്റെ നേരെ ആരോപിക്കുന്നു. ഓർഗനൈസറിൽ ലേഖനം വന്നതിനെക്കുറിച്ച് നിങ്ങൾ ആരോപിക്കുക. എന്താ നിങ്ങളുടെ ദേശാഭിമാനി ലേഖനം എഴുതാമെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്കാർക്ക് ഈ എമ്പുരാൻ സിനിമ പ്രദർശിപ്പിക്കണമെന്ന് ആവശ്യപ്പെടാമെങ്കിൽ അതുപോലെ തന്നെ ഓർഗനൈസറിന് അത് രാജ്യവിരുദ്ധമായിട്ടുള്ളൊരു സിനിമയാണെന്ന് പറയാനുള്ള അവകാശം, അതിനെയല്ലേ നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്. അത് പറയാൻ പാടില്ല എന്ന് പറയുന്നതല്ലേ ഫാഷിസം.
അങ്ങനെ വരുമ്പോൾ ഈ ഫാഷിസം നടത്തുന്നത് ഇപ്പോൾ CPM ആണ് എന്നാണ് വരുന്നത്. CPM-ഉം അതുപോലെ തന്നെ ഈ ന്യൂനപക്ഷ തീവ്രവാദികളുമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു നമുക്ക് പിന്നെ ശരിക്കും യുക്തിപരമായിട്ട് ആ ഒരു കൺക്ലൂഷനിലേ എത്താൻ പറ്റുകയുള്ളൂ. പക്ഷേ അതിനെ പ്രതിരോധിച്ച ആളാണ് MA ബേബി. ശരിക്കും നല്ലപോലെ ഞാനിട്ടാൽ ബർമുഡ, സാറിട്ടാൽ വള്ളി. അത് തന്നെ അദ്ദേഹം അതുപോലെ തന്നെ SFI എന്നില്ല KSF-ൽ കൂടിയൊക്കെ വളർന്നു വന്നിട്ടുള്ള ഒരാൾ, താഴേക്കടയിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള ഒരു ചെറുപ്പത്തിൽ തന്നെ അതെ കാര്യങ്ങളൊക്കെ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നതിൽ അസാമാന്യമായിട്ടുള്ള പാഠവും നന്നായിട്ട് ഇംഗ്ലീഷ് പറയാനും അറിയാവുന്ന ലോകത്തിലെല്ലാം അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് കൂടിയാണ് അദ്ദേഹം. ലോക കാര്യങ്ങളെക്കുറിച്ചും അറിയാവുന്ന ഒരു തിയറിറ്റീഷ്യനാണ് അദ്ദേഹം എന്നതുകൊണ്ട് സർവോപരി കേരളീയനുമായതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇദ്ദേഹം കേരളത്തിൽ ഈ വിദ്യാഭ്യാസ ബില്ല് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ പൊട്ടിപ്പാളീസായിപ്പോയി. രൂപതകളെ രൂപാത എന്ന് വിശേഷിപ്പിച്ച ഇദ്ദേഹം കൊണ്ടുവന്ന ബില്ല് ആകെപ്പാടെ പാളിപ്പോയി. അദ്ദേഹത്തിന് തന്നെ പിൻവലിക്കേണ്ടി വന്നു. ജോസഫ് മുണ്ടശ്ശേരി കൊണ്ടുവന്ന ബില്ല് പാസ്സാക്കപ്പെട്ടു, നടപ്പാക്കപ്പെടുകയും ചെയ്തു. പിന്നെ MA ബേബിയും അറിയപ്പെടുന്നത് മറ്റൊരു ജോസഫ് മുണ്ടശ്ശേരി, രണ്ടാം ജോസഫ് മുണ്ടശ്ശേരിയാണ് തീർച്ചയായിട്ടും. പക്ഷേ പരാജയപ്പെട്ട മുണ്ടശ്ശേരിയാണ് ഇദ്ദേഹം എന്നുള്ള കാര്യം, ജയിച്ച മുണ്ടശ്ശേരിയല്ല. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും അദ്ദേഹം ഇതിനകത്ത് ഒരു സംശയം കൂടിയുണ്ട്. അതായത് ഈ MA ബേബിയോട് പിണറായി വിജയൻ അത്ര താല്പര്യമൊന്നുമില്ല, എന്നിട്ടും MA ബേബി പോളിറ്റ് ബ്യൂറോയിൽ വന്നു. ഇപ്പോഴിതാ ദേശീയ സെക്രട്ടറി ആകാൻ പരിഗണിക്കപ്പെടുന്ന ആ ലിസ്റ്റിൽ ഉണ്ട് അദ്ദേഹം, സാധ്യതയുണ്ട്. അങ്ങനെ പിണറായി വിജയന്റെ വിരോധത്തിന് പാത്രമായ MA ബേബി ജനറൽ സെക്രട്ടറി ആകുമോ? ഇനി ആയാൽ തന്നെ അദ്ദേഹത്തിന് എത്ര സ്വതന്ത്രമായിട്ട് ആ പദവിയിൽ ഇരുന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കും? അത് നല്ലൊരു ചോദ്യമാണ്. ഇതിലിപ്പോൾ എനിക്ക് തോന്നുന്ന പ്രശ്നമെന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ആൾ തന്നെ പ്രസിഡൻ്റായിട്ട് വരണം എന്നുള്ളൊരു ആഗ്രഹമാണ്. ഇപ്പം മറ്റേത് എതിർക്കാൻ വന്ന ആൾ അശോക് താവളെ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. അദ്ദേഹത്തിനും ഉണ്ട് നല്ല പിൻബലം. കാരണം കർഷക സമരം കൊണ്ട് മഹാരാഷ്ട്രയെ ചുട്ടു പൊള്ളിച്ച ആളാണ് ഈ താവളെ. കുറഞ്ഞ ആളൊന്നുമല്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വലിയ സ്വാധീനമൊന്നുമില്ലാത്ത ആ സ്ഥലത്ത് ഗവൺമെന്റിനെ ഗവൺമെന്റിന് കർഷകരുമായിട്ട് ചർച്ച നടത്തി പ്രതിരോധത്തിലാക്കി BJP ഇരുന്ന സമയത്താണ് ചർച്ച നടത്തി. തന്ത്രപൂർവ്വം അത് ഫഡ്നാവിസ് സാധിച്ചു. ചർച്ച നടത്തിക്കൊണ്ട് ചില തീരുമാനങ്ങളിൽ ഒത്തുതീർപ്പുകളിൽ എത്തേണ്ടി വന്നു. അത്ര ശക്തി വേറെ ഏതെവിടെങ്കിലും സംസ്ഥാനത്ത് മാർക്സിസ്റ്റ് പാർട്ടി അത്രയും ശക്തി കാണിക്കൂ? ഇല്ല. അത് അത്രയും നല്ലൊരു സംഘാടകനാണ് സത്യൻ മൊകേരി. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു വിജയമായിട്ട് തന്നെ വ്യക്തിപരമായ വിജയമാണ്. അദ്ദേഹം വരാൻ എന്തുകൊണ്ടും യോഗ്യനാണ്. ഇനി ഇതിനേക്കാളൊക്കെ നല്ലൊരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അതാ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള മുഹമ്മദ് സലീം. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? എനിക്ക് ഈ പാർട്ടി ജനറൽ സെക്രട്ടറി ആവണ്ട, അധികാരമോ. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം, മുഹമ്മദ് സലീം. നല്ല ഒന്നാന്തരം പ്രഭാഷണം പാർലമെൻറ്റിൽ നടത്തിയിട്ടുള്ള ആളാണ്. കേൾക്കണം, അത് നിസ്വാർത്ഥ രാഷ്ട്രീയക്കാരൻ. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് 75 വയസ്സ് പ്രായപരിധി എല്ലാവർക്കും ബാധകമാക്കണം. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് വീണാ വിജയൻ്റെ കേസ് വ്യക്തിപരമാണ്, അതിനുള്ള ചെലവ് അവർ വഹിക്കണം, പാർട്ടിക്ക് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ലെന്ന് തൻ്റെ ഇടമായിട്ട് പറഞ്ഞ മുഹമ്മദ് സലീമിനെ ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കണം ഒരുപക്ഷെ അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടില്ല. അപ്പോൾ ഏകകണ്ഠമായ തീരുമാനത്തിൽ കൂടെ അദ്ദേഹത്തെ എടുക്കേണ്ടതാണ് വാസ്തവത്തിൽ. അതിന് പകരമാണ് അത് മറിക്കാൻ വേണ്ടി ആയിരിക്കണം ഒരുപക്ഷെ. താവളേക്ക് ഭൂരിപക്ഷം ഇല്ല, പക്ഷേ മുഹമ്മദ് സലീം നിന്ന് അദ്ദേഹത്തിന് കിട്ടും. അദ്ദേഹം വരേണ്ടതാണ്. കാരണം ഇന്നുവരെ എൻ്റെ അനുഭവത്തിൽ, എൻ്റെ അറിവിൽ ജനറൽ സെക്രട്ടറി ആയിട്ടൊരു മുസ്ലിം വന്നിട്ടില്ല. സിഖുകാരൻ വന്നിട്ടുണ്ട്. അതെ, തന്നെയല്ല ബ്രാഹ്മണ മേധാവിത്വമാണ് പോളിറ്റ് ബ്യൂറോയിലെന്ന് പറയാറുമുണ്ട്. ഇപ്പോൾ MA ബേബി വരുമ്പോൾ അതല്ലാതായിത്തീരുന്നു. പക്ഷേ അതിൽ നല്ലൊരു കാൻഡിഡേറ്റ് അവർക്ക്, അവരുടെ ഈ നയങ്ങൾ, ഈ ന്യൂനപക്ഷ സമീപനം കൊണ്ട് ഏറ്റവും നല്ലൊരു തീരുമാനമാകുമായിരുന്നു മുഹമ്മദ് സലീം. എനിക്ക് തോന്നുന്ന ഈ MA ബേബി ആയിട്ട് തന്നെ പിന്നിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യൻ പക്ഷത്തെ അടർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് BJP ഈ വഖഫ് ബില്ലിലൂടെ നോക്കുന്നുണ്ട്. ആ ഒരു വാക്കും കൂടി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഉചിതമായൊരു തീരുമാനം ആയിരിക്കും. അങ്ങനെയാണ് മരിയൻ അലക്സാണ്ടർ ബേബിയെ മുന്നോട്ട് കൊണ്ടുവരാൻ. ബേബി മാത്രമല്ല, അലക്സാണ്ടർ ബേബിയും ഉണ്ട്. അതെ, അതായിരിക്കും പാർട്ടി ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമുക്കിന്ന് വൈകിട്ടോടുകൂടി അറിയാം എന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് അവിടെയുള്ള ഡീപ് ത്രോട്ടുകൾക്ക് ഇപ്പോൾ തന്നെ വിവരം കിട്ടിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.